ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞാൻ അറിയാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ കൊന്നുകളയും. ഇനി അവളെ തല്ലരുത്. ഇവിടെ ഇന്ന് ഞാൻ എന്നല്ലേ പറഞ്ഞേ. ഓ അത് ശരി, എനിക്കിപ്പോ എന്റെ മോളെ തല്ലാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലേ. മക്കളെ തല്ലാൻ പാടില്ലെന്നല്ല, കാര്യം എന്താന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതറിഞ്ഞിട്ടും വെറുതെ എന്തിനാ അവരെ തല്ലുന്നെന്നാ ചോദിച്ചെ. എന്റെ മോളെ ഞാൻ ശിക്ഷിക്കുന്നത് അവള് തെറ്റ് ചെയ്തിട്ടാ. അവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയത് തെറ്റ് തന്നെയാ. അതിന് ഞാൻ അവളെ ഇനിയും തല്ലും. ഞാൻ അറിയാതെ എവിടെയെങ്കിലും പോകുന്നു. ഇനി മാറി നിൽക്കാം അങ്ങോട്ട്. തുടരുതെന്നല്ലേ പറഞ്ഞത്? മോള് പറഞ്ഞില്ലേ ടീച്ചർ അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞതുകൊണ്ടാ അവള് രോഹിത്തിനെ കാണാൻ പോയതെന്ന്. കാര്യം മനസ്സിലായിട്ടും പിന്നെ നീ എന്തിനാ കൊച്ചിനെ തല്ലുന്നതെന്നാ ഞങ്ങള് ചോദിക്കുന്നേ. അപ്പോ അങ്ങനെയൊക്കെയായി ഞങ്ങളും നിങ്ങളും. എടി ഇവിടെ ഇപ്പൊ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ട്, ഞാൻ മാത്രം അന്യ. ശ്യാമേ, ശ്യാമേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എനിക്കിവിടെ ആരാ ഉള്ളെ? എന്റെ ഭർത്താവെന്ന് പറയുന്ന ആള് എന്നെ തിരിഞ്ഞു നോക്കാതെ ഏതോ ഒരു വീട്ടിൽ കഴിയുക. എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാതെ തോന്നിയ പോലെ നടക്കുക. എനിക്ക് ഇവളെ പറഞ്ഞ് നേരെയാക്കാനുള്ള അവകാശം ഇല്ലെന്ന് അമ്മയും ചേച്ചിയും പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എനിക്കും ജീവിക്കണ്ടേ? അച്ഛാ, വിഷ്ണു അച്ഛാ, അച്ഛാ, ശ്യാമാന്റി പപ്പിയെ ഒരുപാട് തല്ലി. സാരമില്ല, കരയണ്ട. എന്താ ഇത്? എന്താ ഇവിടെ പ്രശ്നം? അത് പപ്പയും സത്യം കൂടി രോഹിത്തിനെ പോയി വിളിച്ചിട്ടാവും, അവൻ വന്നില്ലല്ലോ. പപ്പിക്ക് നാളെ അച്ഛനെ വിളിച്ചോണ്ട് ക്ലാസ്സിൽ ചെല്ലുകയും വേണം. പപ്പയുടെ അച്ഛനായിട്ടല്ലേ? അത് ഞാൻ പോയ പോരെ? കരയണ്ട, നാളെ സ്കൂളിൽ ഞാൻ വരാം. എല്ലാരും കേറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. വാ ശാന്തേ. നല്ല മക്കളല്ലേ, കരയണ്ട. വിഷ്ണുച്ചൻ വരാം. വിഷ്ണുട്ടാ, ശ്യാമ വെറുതെ. വേണ്ട, നടന്നൊന്നും എനിക്ക് കേൾക്കണ്ട. കുറച്ചേരം സമാധാനമായിട്ടൊന്നിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ.